Hi friends, once again welcome to my video blog Ajay Tech Tips. ഞാൻ അജയ്, നിങ്ങളേവർക്കും സുപരിചിതൻ. ഞാൻ ഇന്ന് വന്നത് ഗൂഗിൾ പേയിൽ വന്നിട്ടുള്ള ഒരു അടിപൊളി ഫീച്ചറിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. അത് എന്താണ് ഏതാ പറഞ്ഞതിന് മുമ്പ് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മാക്സിമം പേർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഈ അടുത്ത് കുറച്ച് ഇൻഫ്ലുവൻസേഴ്സ് ഗൂഗിൾ പേയിൽ പുതിയൊരു ഫീച്ചർ വന്നു. അത് തട്ടിപ്പാണ്, ഹാക്കിംഗ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്തു. അതല്ല, ആ വന്ന ഫീച്ചർ അടിപൊളി ഫീച്ചറാണ്. അപ്പൊ അതെന്താ പറയാൻ, അതായത് ഗൂഗിൾ പേര് വന്ന് ഈ പോക്കറ്റ് മണി പറഞ്ഞ ആള്, നമ്മൾ ആൾക്കാർക്ക് പേയ്മെന്റ് കൊടുക്കുന്നതിന്റെ ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ പോക്കറ്റ് മണി. അപ്പൊ അത് ചെയ്യരുത്, അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പൈസ പോവും, അത് തട്ടിപ്പാണ്, ഹാക്കിംഗ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ യൂട്യൂബേഴ്സ് ചെയ്തു. അത് ഫേക്ക് ആണ്, ആ ന്യൂസ് ഫേക്ക് ആണ്, അത് ഒരു തട്ടിപ്പും ഇല്ല. കേരള പോലീസൊക്കെ പറയേണ്ടത് അത് നല്ലൊരു ഇതാണ്. അപ്പൊ ഞാനത് ചെക്ക് ചെയ്തു. നമ്മൾ എന്തും ചെക്ക് ചെയ്തിട്ടേ പറയുള്ളൂ. അപ്പൊ ഞാൻ എൻ്റെ മോൾക്ക് എൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിനൊക്കെ ഒരു ചെറിയ സാലറി കൊടുക്കാറുണ്ട്. അപ്പൊ ആ സാലറി കൊടുക്കുന്നത് സാധാരണ ക്യാഷ് ആണ്. അവൾക്ക് ഇപ്പൊ അത് കൊണ്ട് ഹാൻഡ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ATM പോയി പൈസ എടുത്തിട്ട് ക്യാഷ് ആയിട്ട് കൊടുക്കാൻ പറഞ്ഞാൽ എനിക്കും ബുദ്ധിമുട്ട്. അപ്പൊ എല്ലാവരും നമ്മൾ ഓൺലൈനായിട്ടല്ലേ പേയ്മെന്റ് നടത്താം. അപ്പൊ ഗൂഗിൾ പേ ഇങ്ങനെ ഒരു ഫീച്ചർ കൊണ്ടുവന്ന വളരെ നന്നായി തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അത് ചെയ്തു. അപ്പൊ ഇത് എങ്ങനെയാ ചെയ്യണതിന്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ, ട്യൂട്ടോറിയൽ വീഡിയോ വേണമെന്നൊരു 10 കമന്റ് ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, അതിന്റെ ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്യാം. അപ്പൊ ഇതിന്റെ ഫീച്ചർ പറയുകയാണെങ്കിൽ, ഇത് എന്താ ശരിക്കും പറഞ്ഞാൽ, പണ്ട് UPI സർക്കിൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതായത് ഇത് വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ഗൂഗിൾ ചെയ്തിട്ടുള്ളത്. കാരണം നമ്മളിപ്പോ ഒരാളെ ഇൻവൈറ്റ് ചെയ്യണം, ഇപ്പൊ എന്റെ മോളെ ഇൻവൈറ്റ് ചെയ്യണമെങ്കിൽ അവൾക്ക് ഉള്ള മൊബൈൽ നമ്പറിൽ ആ നമ്പർ വെച്ചിട്ട് ഇൻവൈറ്റ് ചെയ്യുക. ആള് എന്ത് ചെയ്യാണ്, ഗൂഗിൾ പേ ഇൻസ്റ്റാൾ ചെയ്യണം. ഗൂഗിൾ പേ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇതില് മോൾക്ക് ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ആൾക്ക് വേറെ എവിടെ നിന്നും പേയ്മെന്റ് വരില്ല. ഞാൻ എൻ്റെ ബാങ്കിൽ നിന്ന് ഞാൻ ഒരു കോട്ട പോലെ സെറ്റ് ചെയ്യുന്ന എമൗണ്ട് ആണ് ആൾക്ക് യൂസ് ചെയ്യാൻ പറ്റുക. ആൾക്ക് അതുകൊണ്ട് എന്ത് ചെയ്യുക, ഷോപ്പിൽ പോവുകയാണെങ്കിൽ അവിടെ നിന്ന് പേയ്മെന്റ് ഒക്കെ ചെയ്യാം. ഇപ്പം ആൾക്ക് ഇപ്പോൾ കോഴിക്കോടാണ്, അതുകൊണ്ട് തന്നെ MR സൂപ്പർ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഗ്രാൻഡ് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ആളുടെ ക്രാഫ്റ്റിങ്ങിന്റെ സാധനം വാങ്ങിയിട്ട് പേയ്മെന്റ് എന്ത് ചെയ്യുക, ഗൂഗിൾ പേ വഴിക്ക് കൊടുക്കുക. ആളുടെ ബാങ്കിൽ നിന്നല്ല പോവുക, എൻ്റെ ബാങ്കിൽ നിന്ന് പോവുക. അതുകൊണ്ട് തന്നെയാണ് പലരും തെറ്റിദ്ധരിച്ച് ഇതൊരു ഹാക്കിംഗ് ആണ്. അപ്പൊ ഇത് സെറ്റ് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ പെർമിഷനോട് കൂടിയാണ് ഞാൻ ചെയ്യുന്നത്. ഞാനപ്പോ എന്ത് ചെയ്യും, ഈ ഒരു പേയ്മെന്റ് സർക്കിളിലേക്ക് എൻ്റെ മോളുടെ മൊബൈൽ നമ്പർ ആഡ് ചെയ്യും. അപ്പൊ ആൾക്ക് ഇൻവിറ്റേഷൻ പോകും, ആൾ അത് ഇൻസ്റ്റാൾ ചെയ്യണം. അതിനുശേഷം ആളുടെ മൊബൈൽ നമ്പർ അവിടെ കൊടുത്തു, അതേപോലെ തന്നെ ആളുടെ ആധാർ നമ്പറും നമ്മൾ കൊടുക്കണം. അതാ പറഞ്ഞത് സേഫ് ആണെന്ന്. ഇപ്പൊ നമ്മൾ ആർക്കാണോ ഈ UPI സർക്കിളിലേക്ക് ആഡ് ചെയ്യുന്നത്, അവർ ആധാർ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ 30 മിനിറ്റ്സ് ഒരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. ആ പീരീഡ് കഴിഞ്ഞിട്ട് മാത്രമേ ആൾക്ക് പേയ്മെന്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് വളരെ സെക്യൂർഡ് ആണ്. അപ്പൊ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ട ഒരു ട്യൂട്ടോറിയൽ വീഡിയോ വേണമെങ്കിൽ 15 കമന്റ് ട്യൂട്ടോറിയൽ വേണം എന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പൊ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ, സ്റ്റേ സേഫ്, ടേക്ക് കെയർ.